ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും നിജോസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും ഒക്കെ ഇരിക്കുക കേട്ടോ. വിവാഹം കഴിഞ്ഞ് 8 വർഷങ്ങൾക്ക് ശേഷം ഈ 3 കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചിട്ട് ഇപ്പോൾ ഇരട്ട കുട്ടികളുടെ അമ്മയായിട്ടോ. അത്രയും ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന, നിങ്ങളുടെ ഫെർട്ടിലിറ്റിയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മാറ്റം കൊണ്ടുവന്ന് തരുന്ന ഒരു ടിപ്പിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത്. അപ്പോൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഇതിനോടകം ഒരുപാട് പേര് നമ്മുടെ ചാനൽ ഫോളോ ചെയ്തിട്ട് പ്രഗ്നൻ്റ് ആയിട്ടുണ്ട്. അവരുടെയൊക്കെ സക്സസ് സ്റ്റോറീസ് കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾ നമ്മുടെ ചാനൽ വിസിറ്റ് ചെയ്തതിന് ശേഷം കമ്മ്യൂണിറ്റി ടാബ് നോക്കുക കേട്ടോ. അതിൽ സെയിം ഹെൽത്ത് കണ്ടീഷൻസ് ഉള്ള ആളുകൾ എന്തെല്ലാം ടിപ്സ് ആണോ ഫോളോ ചെയ്തത്, അതിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുന്ന തരത്തിലുള്ള ടിപ്സ് ഫോളോ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. ഒരിക്കലും ഡോക്ടറുടെ ട്രീറ്റ്മെൻറ്റിന് സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ടുള്ളതല്ല നമ്മൾ ഈ പറയുന്ന ടിപ്സൊക്കെ. ഡോക്ടറുടെ ട്രീറ്റ്മെൻറ്റ്സിനോടൊപ്പം അത് എന്തും ആയിക്കോട്ടെ, മെഡിസിൻസ് ആണെങ്കിലും അതുപോലെ IUI IVF പോലുള്ള ട്രീറ്റ്മെൻറ്റ്സ് ആണെങ്കിലും അതിനോടൊപ്പം നമ്മൾ ലൈഫ് സ്റ്റൈൽ ഇതുപോലുള്ള ചേഞ്ചസ് ഒക്കെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ എളുപ്പത്തിൽ കൺസീവ് ആകാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ ഇവിടെ സംസാരിക്കുന്നത് ഇവർ ഫോളോ ചെയ്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 ടിപ്സിനെ പറ്റിയിട്ടാണ്. ഏറ്റവും ആദ്യത്തേതാണ് ഷുഗർ കംപ്ലീറ്റ് ആയിട്ട് കട്ട് ചെയ്യുക. ഈ ഷുഗർ അല്ലെങ്കിൽ ഷുഗർ കണ്ടന്റ് അടങ്ങിയിട്ടുള്ള പ്രൊഡക്ട്സ് ഒരു പരിധി വരെ നമ്മുടെ ഫെർട്ടിലിറ്റിയിൽ ഡയറക്റ്റ് ആയിട്ട് ഇമ്പാക്റ്റ് കൊണ്ടുവന്ന് തരുന്ന തരത്തിലുള്ളതാണ്. PCOD ഉള്ളവരാണെങ്കിലും ഒബിസിറ്റി ഉള്ളതാണെങ്കിലും അതുപോലെ ഒരുപാട് നാളുകളായിട്ട് ട്രീറ്റ്മെൻറ്റ്സ് എടുക്കുന്നവരാണെങ്കിലും നമ്മുടെ ശരീരത്തിലെ ഷുഗർ ലെവൽ കൂടുന്ന തരത്തിലുള്ള ഭക്ഷണങ്ങൾ നമ്മൾ കഴിക്കുന്നുണ്ടെങ്കിൽ, അത് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് ഫെർട്ടിലിറ്റിയെ അഫക്റ്റ് ചെയ്യാനായിട്ട്, ഡയറക്റ്റ്ലി തന്നെ അഫക്റ്റ് ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. നമ്മൾ ചായയിലിട്ട് മധുരം കഴിക്കുന്നത് മാത്രമല്ല, നമ്മൾ കൂടുതൽ കഴിക്കുന്ന അരിയാഹാരങ്ങൾ, അതുപോലെ ബേക്കറി പ്രൊഡക്ട്സ്, അങ്ങനെയുള്ള എല്ലാ സ്വീറ്റ്സ്, അങ്ങനെയുള്ള സോഡ, ഇതെല്ലാം നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുമ്പോൾ അങ്ങനെയും ഡയറക്റ്റ്ലി ഒരു ഇൻഡയറക്റ്റ്ലി നമ്മുടെ ശരീരത്തിലോട്ട് ഈ ഷുഗർ കണ്ടന്റ് എത്തുകയാണ്. കൂടുതലായിട്ട് ഷുഗർ കണ്ടന്റ് ശരീരത്തിലോട്ട് എത്തുന്നത് ഫെർട്ടിലിറ്റി അഫക്റ്റ് ചെയ്യുമെന്ന് ഓൾറെഡി ഒരുപാട് പഠനങ്ങൾ നടത്തി തെളിയിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് PCOD ഉള്ളവരാണെങ്കിലും ഒരുപാട് ട്രീറ്റ്മെൻറ്റ്സുകൾ എടുക്കുന്നവരാണെങ്കിലും അവർ ഷുഗർ ഫുള്ളായിട്ട് കട്ട് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഷുഗർ ഏതൊക്കെ രീതിക്കാണ് നമ്മുടെ ഫെർട്ടിലിറ്റിയെ അഫക്റ്റ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. നമ്മൾ ഷുഗർ കഴിക്കുന്ന സമയത്ത് ഇൻസുലിൻ ട്രിഗർ ആകുന്നുണ്ട്. ഈ ഇൻസുലിൻ ഷുഗറിനെ സെല്ലിലേക്ക് എത്തിച്ചിട്ട് എനർജി ആക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ നമ്മളിപ്പോൾ പ്രോസസ്ഡ് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കൂടുതലായിട്ടൊക്കെ കഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ എഗ്ഗിൻ്റെ ഫോർമേഷനും അതുപോലെ എഗ്ഗ് മെച്യൂർ ആകുന്നതിനും അത് അഫക്റ്റ് ചെയ്യുന്നു. ശരീരത്തിലെ ഇൻസുലിൻ്റെ ലെവൽ കൂടുതലായിട്ട് വർദ്ധിക്കുന്നത് ഈ ഒരു മെച്യൂർ ആവുന്നതിന്, എഗ്ഗ് ഗ്രോ ആയിട്ട് അത് മെച്യൂർ ആകുന്നതിനെ അഫക്റ്റ് ചെയ്യും. അത് ഓവുലേഷൻ നടക്കാനായിട്ടുള്ള ചാൻസസ് റിഡ്യൂസ് ചെയ്യുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. സ്ത്രീകൾക്ക് മാത്രമല്ല പുരുഷന്മാർക്കും അവർ എക്സസ് ആയിട്ട് ഷുഗർ കണ്ടന്റ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ അത് അവരുടെയും ഫെർട്ടിലിറ്റിയെ അഫക്റ്റ് ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട്. സ്പേമിൻ്റെ ക്വാളിറ്റി ഉണ്ടാകുന്നതിനെ അഫക്റ്റ് ചെയ്യും. അതുപോലെ തന്നെ അതിൻ്റെ ഇജാക്കുലേഷൻ സംഭവിക്കുന്ന സമയത്ത് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നതിനും അത് കാരണമാകും കേട്ടോ. ഒരുപാട് PCOD പോലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ളവരൊക്കെ ഇതൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. അതുപോലെ 5-6 വർഷത്തിൽ കൂടുതലായിട്ടും, അതുപോലെ ഇപ്പോൾ ഒരു വർഷത്തിൽ കൂടുതലായിട്ട് ട്രീറ്റ്മെൻറ്റ്സ് എടുത്തിട്ടും പ്രഗ്നൻസി ആകുന്നില്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകളും ഇതൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ് കേട്ടോ. നമ്മൾ അരിയാഹാരം കഴിക്കുന്നതിൻ്റെ അളവ് കുറയ്ക്കുന്നത് നല്ലതാണ്. രാവിലെ ഇപ്പോൾ നമ്മളിപ്പോൾ എടുക്കുന്ന ഏത് ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിലും അത് നോർമലി എടുക്കുന്ന ആളുകൾ, സാധാരണക്കാരായിട്ടുള്ള പലരും തന്നെ അരിയാഹാരമാണ് കഴിക്കുന്നത്. ഇഡ്ഡലി ആണെങ്കിലും അപ്പം ആണെങ്കിലും ദോശ ആണെങ്കിലും എല്ലാത്തിലും അരിയുടെ കണ്ടന്റ് ഉണ്ട്. അത് നമ്മളൊന്ന് മാറ്റാനായിട്ട് ശ്രദ്ധിക്കുക. ഇടയ്ക്കൊക്കെ ഓട്സ് എടുക്കുക. അതുപോലെ തന്നെ ഹെൽത്തി ആയിട്ടുള്ള രീതിക്ക് നമ്മൾ മാറ്റിയിട്ട് ഇപ്പോൾ കിൻവ പോലുള്ള പ്രൊഡക്ട്സ് എടുക്കുക. അതെല്ലാം നമ്മുടെ ഒരു ഫെർട്ടിലിറ്റി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും. അതുപോലെ ഇപ്പോൾ ചോറ് കഴിക്കുന്ന സമയത്ത് ചോറ് കൂടുതൽ ഇഷ്ടമുള്ള ആളുകൾ ചോറിൻ്റെ അളവ് നന്നായിട്ട് കുറയ്ക്കുക. അതിനുശേഷം കറികളുടെ അളവ് കൂട്ടാനായിട്ട് വേണം നമ്മൾ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട്. ചോറ് കഴിച്ച് വയറ് നിറയ്ക്കാതിരിക്കുക. അതും ശരീരത്തിൽ ഇൻസുലിൻ്റെ ലെവൽ കൂട്ടുന്നതിന് വേണ്ടിയിട്ട് കാരണമാകുന്നുണ്ട് കേട്ടോ. അതുപോലെ ഇപ്പോൾ ഹസ്ബൻഡിനും ഇതുപോലുള്ളൊരു ഡയറ്റ് ഫോളോ ചെയ്യാനായിട്ട് പറഞ്ഞു കൊടുക്കുക. PCOD ഉണ്ടാകുക, അതുപോലെ നമുക്ക് ഓവുലേഷൻ നടക്കാതിരിക്കുകയും ഒക്കെ സ്ത്രീകൾക്ക് ഉണ്ടാകുന്നത് പോലെ തന്നെ പുരുഷൻ്റെ സ്പേമിന് DNA ഡാമേജ് ഉണ്ടാകുന്നതിന് വരെ ഈ ഷുഗർ ലെവൽ ശരീരത്തിൽ കൂടുന്നത് സഹായിക്കുന്നു. നമ്മൾ ഒരുപാട് ഇപ്പോൾ ദാഹിച്ചിരിക്കുക അല്ലെങ്കിൽ ഒരുപാട് നമ്മൾ വിശന്നിരിക്കുന്ന സമയത്ത് ഒരു പുറത്ത് പോയി എന്നിട്ട് നമ്മളിപ്പോൾ 7up പോലുള്ള ബിവറേജസ് ഒക്കെ കുടിച്ചു കഴിഞ്ഞാൽ അതും ഷുഗർ ലെവൽ സ്പൈക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കാരണമാകുന്നു. അതുകൊണ്ട് അങ്ങനെയുള്ള പ്രൊഡക്ട്സും നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യുന്നതാണ് കേട്ടോ നല്ലത്. ഫുള്ളായിട്ട് കട്ട് ഓഫ് ചെയ്യാൻ പറ്റുന്നവർ അങ്ങനെ ചെയ്യുക, അല്ലാത്തവർ അതിൻ്റെ ഉപയോഗം ലിമിറ്റ് ചെയ്യുക കേട്ടോ. രണ്ടാമതായിട്ട് ഇവർ ശ്രദ്ധിച്ച കാര്യം അവരുടെ ഉറക്കം റെഗുലേറ്റ് ചെയ്തു എന്നുള്ളതാണ്. നമ്മളെല്ലാവരും ഉറങ്ങുന്ന ആളുകളാണ്. പക്ഷേ ഉറങ്ങുന്നത് എങ്ങനെ ഒരു ക്വാളിറ്റി ആയിട്ട് ഉറങ്ങാമെന്നുള്ള കാര്യം നമ്മൾ ഏറ്റവും ആദ്യം ശ്രദ്ധിക്കണം. തോന്നിയ സമയത്ത് ഉറങ്ങാതിരിക്കുക, അതുപോലെ തോന്നിയ സമയത്ത് എഴുന്നേക്കാതിരിക്കുക. നമ്മളൊരു 10 മണി എന്ന് പറഞ്ഞൊരു ടൈം നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ആ 10 മണിക്ക് നമ്മൾ ഉറങ്ങുക. 5 മണി അല്ലെങ്കിൽ 5:30 ആ ഒരു സമയം ഉണ്ടെങ്കിൽ ആ ഒരു ടൈമിൽ നമ്മൾ എഴുന്നേക്കുക. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഒരു ബയോളജി
ബയോളജിക്കൽ ക്ലോക്ക് അതിനനുസരിച്ചിട്ട് വർക്ക് ചെയ്യാനായിട്ട് തുടങ്ങും. ഈ സമയമാണ് ഒരുപാട് ആക്ടിവിറ്റീസ് ശരീരത്തിൽ നടക്കുന്നത്. നമ്മുടെ ബോഡി ഒരുപാട് റെസ്റ്റ് എടുക്കുന്ന ബോഡിക്ക് ഏറ്റവും കൂടുതൽ റിലാക്സേഷൻ കിട്ടുന്നത് ഈ ഉറങ്ങുന്ന സമയത്താണ്. ഒരുപാട് ഹോർമോൺസിന്റെ പ്രവർത്തനം കൃത്യമായിട്ട് നടക്കുന്നതിനും ഈ ഒരു ഉറക്കം പ്രോപ്പറായിട്ട് നടന്നിട്ടില്ലെങ്കിൽ അത് അഫക്റ്റ് ചെയ്യുന്നു. വേണ്ടതായിട്ടുള്ള പല ഹോർമോൺസിന്റെയും പ്രൊഡക്ഷൻ കുറയുകയും വേണ്ടാത്തതായിട്ടുള്ള പല ഹോർമോൺസിന്റെ പ്രൊഡക്ഷൻ കൂടുകയും ചെയ്യുന്നുണ്ട് ഈ ഉറക്കം കൃത്യമായിട്ട് വരാത്തപ്പോൾ. അതുകൊണ്ട് അത് നോർമലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. ഈ വേണ്ടാത്തതായിട്ടുള്ള ഹോർമോൺസ് എന്ന് പറയുമ്പോഴേക്കും കൂടുതലും സ്ട്രെസ് ഹോർമോൺസിന്റെ പ്രൊഡക്ഷൻ ആയിരിക്കും നമുക്ക് ഈ സമയത്ത് ഉണ്ടാവുന്നത്. അതുകൊണ്ട് അതിനെ ഒന്ന് കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മളിത് ഉറക്കം കൃത്യമായിട്ട് റെഗുലേറ്റ് ചെയ്യാം കേട്ടോ. ഓവറോൾ നമ്മുടെ ഫെർട്ടിലിറ്റിയും അതുപോലെ ഓവറോൾ നമ്മുടെ ഹെൽത്തിനെയും ഈ ഒരു ഉറക്കം കൃത്യമായിട്ട് നടക്കാത്തത് അഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഡയറക്ട്ലി ഈസ്ട്രോജൻ, ടെസ്റ്റോസ്റ്ററോൺ എന്നിവയുടെ ഹോർമോൺസിന്റെ ബാലൻസിനെയും ഇത് അഫക്റ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഉറക്കം നിങ്ങൾ കൃത്യമായിട്ട് റെഗുലേറ്റ് ചെയ്യുക. ഒരുപാട് ആളുകൾ ഉച്ചയ്ക്ക് കിടന്ന് ഉറങ്ങുന്ന ആളുകളുണ്ട്. ഉച്ചയ്ക്ക് ഉറങ്ങിയിട്ട് രാത്രി ഉറക്കം കിട്ടാത്ത സിറ്റുവേഷൻ നമുക്കുണ്ടെങ്കിൽ ഉച്ച ഉറക്കം നമ്മൾ പാടെ കട്ട് ചെയ്യുക. അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ഒരു 50 മിനിറ്റ്സ് ഒക്കെ നമ്മൾ റിലാക്സ് ചെയ്തിട്ട് ഫ്രഷ് ആവാനായിട്ട് നമ്മൾ നോക്കുക കേട്ടോ. അതല്ലെങ്കിൽ നമുക്കത് ഇഷ്യൂസ് ഉണ്ടാകും. ഒരുപാട് ഹോർമോൺസിന്റെ പ്രവർത്തനത്തിനെ അത് അഫക്റ്റ് ചെയ്യും കേട്ടോ. ഫെർട്ടിലിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള ഏത് ആർട്ടിക്കിൾസ് നമ്മളെടുത്ത് പഠിക്കുമ്പോഴും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൊടുക്കുന്ന ഒരു കാര്യമാണ് സ്ലീപ്പ് റെഗുലേറ്റ് ചെയ്യുക എന്ന് പറയുന്നത്. അതിന് നിങ്ങൾ പ്രോപ്പർ ആയിട്ടുള്ള രീതിക്ക് തന്നെ കൺസിഡർ ചെയ്യുക കേട്ടോ. മെൻസ്ട്രേഷനിൽ ഇറഗുലാരിറ്റീസ് ഉണ്ടാകുന്നതിനും ഓവുലേഷൻ നടക്കാത്ത സിറ്റുവേഷൻ ഉണ്ടാകുന്നതിനും ഈ ഒരു കണ്ടീഷൻ കാരണമാകും എന്നുള്ള കാര്യം നിങ്ങൾ മസ്റ്റായിട്ട് മനസ്സിലാക്കുക. അടുത്ത് മെൻഷൻ ചെയ്തത് വെള്ളം കുടിക്കുന്ന കാര്യമാണ് കേട്ടോ. ഇത് നോക്കിക്ക്, ഈ 2 പോയിന്റ്സ് നമുക്ക് ഈസി ആയിട്ട് ഫോളോ ചെയ്യാൻ പറ്റുന്നതല്ലേ. മൂന്നാമത് അതിനേക്കാളും ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ഫെർട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യുന്ന ഒരു കാര്യമാണ് കേട്ടോ. നമ്മുടെ എല്ലാ ശരീരഭാഗങ്ങളും കൃത്യമായിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ എപ്പോഴും ഹൈഡ്രേറ്റഡ് ആയിട്ട് തന്നെ ഇരിക്കണം. ഓവറീസിന്റെ ഫംഗ്ഷൻ നന്നായിട്ട് നടക്കുന്നതിന് വേണ്ടിയിട്ടും സെർവിക്കൽ മ്യൂക്കസിന്റെ പ്രൊഡക്ഷന് വേണ്ടിയിട്ടും സഹായിക്കുന്നതാണ് ഈ വെള്ളം എന്ന് പറയുന്നത്. നമ്മൾ ലൈവിൽ പോകുന്ന സമയത്ത് ഒരുപാട് ആളുകൾ പറഞ്ഞിട്ടുണ്ട്, ചേച്ചി സെർവിക്കൽ മ്യൂക്കസ് ഉണ്ടാകുന്നില്ല, തിക്കായിട്ടാണ് പോകുന്നത്. അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ വെള്ളം ധാരാളം കുടിക്കുന്നത് നല്ലതാണ് കേട്ടോ. ഒരു 2.5 ലിറ്റർ വെള്ളം അല്ലെങ്കിൽ ഒരു 3 ലിറ്റർ മാക്സിമം നിങ്ങൾക്ക് കുടിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത്രയും നിങ്ങൾ കുടിക്കാം. ഒരുപാട് കുടിച്ച് വയറ് നിറക്കാനല്ല കേട്ടോ. 2.5 ലിറ്റർ വെള്ളമെങ്കിലും നമ്മൾ കുടിക്കുന്നത് മസ്റ്റായിട്ട് ഓർക്കുക കേട്ടോ. അത് സൺസെറ്റിന് മുൻപ് തന്നെ നമ്മൾ കുടിക്കുക. അതിനുശേഷം കൂടുതലായിട്ട് വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ രാത്രി നമുക്ക് ഫ്രീക്വൻ്റ് ആയിട്ട് യൂറിനേഷൻ ഉണ്ടാകും. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ടോപ്പിക് ആയിട്ടുള്ള നമ്മുടെ ഉറക്കത്തിനെ അത് അഫക്റ്റ് ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. അത് നിങ്ങൾ നോക്കുക. ഇത് മാത്രമല്ല, എഗ്ഗിൻ്റെ ക്വാളിറ്റി വർദ്ധിപ്പിക്കുന്നതിനും നമ്മൾ ധാരാളം വെള്ളം കുടിക്കുന്നത് സഹായിക്കുന്നുണ്ട് കേട്ടോ. ഒപ്പം സെക്സിൻ്റെ ടൈമിങ് പ്രോപ്പറായിട്ട് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടും ഈ ഒരു വെള്ളം ധാരാളം കുടിക്കുന്നത് സഹായിക്കുന്നുണ്ട്. അതുപോലെ ഇംപ്ലാന്റേഷൻ നടക്കുമ്പോൾ കുഞ്ഞിലോട്ട് ഫ്ലോ കൂടാൻ വേണ്ടിയിട്ടും ഈ വെള്ളം കുടിക്കുന്നത് സഹായിക്കുന്നുണ്ട്. ഒരുപാട് ആളുകൾ പറയുന്നുണ്ട് മിസ്കാരേജ് ആയി പോകുന്നു, 2 or 3 തവണയൊക്കെ മിസ്കാരേജ് ആയി പോകുന്ന സിറ്റുവേഷൻസ് വരുന്നു, ഹാർട്ട് ബീറ്റ് കിട്ടാതെ വരുന്നു. അങ്ങനെ ആയി കഴിയുമ്പോൾ ഇംപ്ലാന്റേഷൻ നടന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്തെങ്കിലും മെഡിക്കേഷൻസ് എടുത്ത് ഹാർട്ട് ബീറ്റ് ഒന്നും കൊണ്ടുവരാനായിട്ട് പറ്റില്ല. അപ്പോൾ നമ്മൾ നേരത്തെ തന്നെ പ്രഗ്നൻസി ട്രൈ ചെയ്യുന്ന സമയത്ത് തന്നെ ഏറ്റവും ക്വാളിറ്റിയോട് കൂടിയിട്ട് അണ്ടത്തിനെ വളർത്തിക്കൊണ്ട് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. അതുപോലെ ബീജത്തിനെയും അതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ് നന്നായിട്ട് വെള്ളം കുടിക്കുക എന്ന് പറയുന്നൊരു ഹാബിറ്റ് കേട്ടോ. ഇത് ഓൾമോസ്റ്റ് നമ്മുടെ എല്ലാ ഇഷ്യൂസും ക്യൂർ ചെയ്യുന്നതിന് സഹായിക്കുന്നുണ്ട്. നമ്മുടെ ഈ റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് മാത്രമല്ല, നമ്മുടെ സ്കിന്ന് നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, നമ്മുടെ ഹെയർ ഗ്രോത്തിന്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്ക് നമുക്കുണ്ടാകുന്ന ഹെൽത്ത് ഇഷ്യൂസൊക്കെ ഒരു പരിധി വരെ പ്രിവെൻറ്റ് ചെയ്യുന്നതിന് നമ്മൾ ഹൈഡ്രേറ്റഡ് ആയിട്ട് ഇരിക്കുന്നത് സഹായിക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ ചില ആളുകൾക്ക് മിഡ് സൈക്കിൾ സ്പോട്ടിങ് ഉണ്ടാവുന്നുണ്ട്. നമ്മുടെ ഓവുലേഷൻ നടക്കുന്ന സമയത്ത് ഒരുപാട് സ്പോട്ടിങ് ഉണ്ടാവുന്നവരുണ്ട്. അതുപോലെ ഇടയ്ക്ക് പീരിയഡ്സ് കഴിഞ്ഞിട്ട് ഓവുലേഷൻ എത്തിയിട്ടുണ്ടാവില്ല, അതിന് മുൻപ് തന്നെ സ്പോട്ടിങ് ഉണ്ടാകുന്ന ഒരുപാട് പേരുണ്ട്. അങ്ങനെയുള്ള ആളുകൾക്ക് ആ ഒരു സ്പോട്ടിങ് ഒന്ന് റിഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇടക്കറ എന്ന് പറയും, അത് പോകുന്നതിൻ്റെ അളവ് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടും ധാരാളം വെള്ളം കുടിക്കുന്നത് സഹായിക്കുന്നുണ്ട് കേട്ടോ. പുരുഷന്മാർക്കാണെങ്കിൽ ഇതുപോലെ ധാരാളം വെള്ളം കുടിക്കുന്നത് സെമന്റെ ക്വാളിറ്റി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടും അതിന്റെ വോളിയം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടും സഹായിക്കുന്നുണ്ട് കേട്ടോ. ഈ വെള്ളം കൂടി കുറഞ്ഞു കഴിഞ്ഞാൽ ഡയറക്റ്റ്ലി അവർക്കും അത് ഫെർട്ടിലിറ്റി എഫക്ട് ചെയ്യും. ഇത്തരം ബെനിഫിറ്റ്സ് കിട്ടുമെന്ന് പറഞ്ഞതുപോലെ തന്നെ ഡീഹൈഡ്രേഷൻ ഉണ്ടാവുകയാണെങ്കിൽ ഇത്രയും ബെനിഫിറ്റ്സ് കുറയുകയും ചെയ്യുന്നു. ക്വാണ്ടിറ്റി കുറയും, അതുപോലെ വോളിയം ക്വാളിറ്റി കുറയും, അതുപോലെ വോളിയം കുറയുന്നതിന് വേണ്ടിയിട്ട് അത് കാരണം കേട്ടോ. ഈ 3 ടിപ്സും ഇതിന് ഏറ്റവും ഈസി ആയിട്ട് ഫോളോ ചെയ്ത 2 കുട്ടികൾ ട്വിൻസ് ഉണ്ടാകാനായിട്ട് സഹായിച്ച ടിപ്സ് ആണ് കേട്ടോ. ഇതിൽ ഓവറീസിന്റെ ഒക്കെ ഫംഗ്ഷൻ കൃത്യമായിട്ട് നടക്കുന്നുണ്ടെങ്കിൽ നന്നായിട്ട് എഗ് ഗ്രോ ആകും, നല്ല ക്വാളിറ്റിയോട് കൂടി തന്നെ ഗ്രോ ആകും. അപ്പോൾ നമുക്ക് 1 മാസത്തിൽ 2 എഗ്ഗ് പ്രൊഡ്യൂസ് ആകാനോ അല്ലെങ്കിൽ അത് ട്വിൻസ് ആകാൻ പാകത്തിന് കാപ്പബിലിറ്റി ഉള്ള എഗ്ഗും ആകാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കാൻ, നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതാണ് ഈ 3 കാര്യങ്ങളും. അത് പ്രോപ്പറായിട്ട് നിങ്ങൾ ട്രീറ്റ്മെൻറ്റ്സ് എടുക്കുന്ന സമയത്ത് നമ്മുടെ ചാനലിലെ ടിപ്സ് ഫോളോ ചെയ്യുന്ന സമയത്തും കൃത്യമായിട്ട് ഫോളോ ചെയ്യാം കേട്ടോ. ഏകദേശം ഡെലിവറി കഴിഞ്ഞിട്ടുള്ള സമയത്താണ് ഇങ്ങനെയുള്ള കമൻസ് പറഞ്ഞത് കേട്ടോ. ഒരുപാട് പേർക്ക് നേരത്തെ പറയാനായിട്ട് പേടിയാണ്. അങ്ങനെ പേടിക്കുന്നതിലും കാര്യമുണ്ട്. കാരണം സക്സസ് ആയി എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ
അല്ലെങ്കിൽ എല്ലാവരോടും ഷെയർ ചെയ്തിട്ട് പെട്ടെന്ന് പ്രഗ്നൻസി നഷ്ടമായി പോകുന്നൊരു സിറ്റുവേഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കര മെൻ്റലി സ്ട്രെസ്ഡ് ആകും. അതുകൊണ്ട് ചില ആളുകൾക്ക് സ്കാനിങ് ഒക്കെ കഴിഞ്ഞിട്ടാണ് പറയുന്നത്, ചില ആളുകൾ ഇതുപോലെ ഡെലിവറി ഒക്കെ കഴിഞ്ഞിട്ടാണ് പറയുന്നത്. അപ്പോൾ ഹെൽത്തി ആയിട്ടുള്ള 2 കുട്ടികളെ കിട്ടിയിട്ട് അവർക്ക് വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം കേട്ടോ. ഇത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമൻസ് ഇടുന്നവർക്ക് റിപ്ലൈ ലഭിക്കുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണോ അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമൻറ്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന ആളുകൾ എത്രയാണോ സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതാണ് സൈക്കിൾ ലെങ്ത്. കഴിഞ്ഞ മാസം ഒരു 8-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ ഈ മാസം 6-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ കഴിഞ്ഞ മാസം 8-ാം തീയതി മുതൽ ഈ മാസം 6-ാം തീയതി വരെ എത്ര ദിവസമുണ്ടോ അത് കാലണ്ടറിൽ എണ്ണി തിട്ടപ്പെടുന്നതാണ് നിങ്ങളുടെ സൈക്കിൾ ലെങ്ത്. സൈക്കിൾ ലെങ്ത് നമ്മൾ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഓവുലേഷൻ ഡേറ്റ് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആപ്ലിക്കേഷൻസും ഒരുപാട് ഓൺലൈൻ ആയിട്ടുള്ള വെബ്സൈറ്റുകളും ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ ട്രാക്കർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആപ്ലിക്കേഷൻസ് കിട്ടും. അത് പറ്റുന്നില്ല എങ്കിൽ ഗൂഗിളിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ കാൽക്കുലേറ്റർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വെബ്സൈറ്റുകൾ നിങ്ങൾക്ക് കിട്ടും. അതിൽ നിങ്ങളുടെ ലാസ്റ്റ് മന്തിലെ മെൻസ്ട്രേഷൻ്റെ ഡേറ്റും ഒപ്പം ഞാൻ ഈ പറഞ്ഞ രീതിക്ക് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സൈക്കിൾ ലെങ്ത്തും എൻ്റർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓവുലേഷൻ ഡേറ്റ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഫെർട്ടൈൽ ടൈം പീരീഡും നിങ്ങൾക്ക് കിട്ടും. അതായത് എത്ര ദിവസം മുതൽ കോൺടാക്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ പ്രഗ്നൻ്റ് ആകും എന്നുള്ളൊരു ഡേറ്റും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കിട്ടും കേട്ടോ. ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് സൈക്കിൾ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു കലണ്ടറിൽ നോക്കി തന്നെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. പല മാസങ്ങളിലും 30-31 ദിവസമുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഒപ്പം നിങ്ങൾക്ക് ബ്ലീഡിങ് തുടങ്ങിയ ദിവസത്തിന് വേണം നിങ്ങൾ ഡേ 1 ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. സ്പോട്ടിങ് തുടങ്ങിയ ദിവസത്തിനെ, അതായത് ചെറുതായിട്ട് ഡിസ്ചാർജ് പോയി തുടങ്ങിയ ദിവസത്തിനെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യം ഇല്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.